ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ നല്ല മഴയാണ് കേട്ടോ. ഈ വേലിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നത് റോഡ് പണി വന്നപ്പോൾ പൊളിഞ്ഞതാണ്. ഇനിയിപ്പോൾ അത് നന്നായിട്ട് കെട്ടണം, മഴയൊക്കെ മാറിയിട്ട്. അതുവരെ അത് ഈ അവസ്ഥയിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് വളരെ താമസിച്ചാണ് എണ്ണീറ്റത് കേട്ടോ. കാരണം കുഞ്ഞുങ്ങളും കിടന്നുറങ്ങിപ്പോയി. നല്ല തണുപ്പാണ് പുറത്ത്. 2 ദിവസമായി തുടങ്ങിയ മഴയാണ് നിർത്താതെ. നല്ല അടിപൊളി മഴയാണ്. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ കഞ്ഞിപ്രസാദ വിതരണമുണ്ട്. ആമിക്കുട്ടി കരഞ്ഞുകൊണ്ട് എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഒരു 10-11 മണിയായപ്പം അമ്മയും മോനും കൂടി പോയി കഞ്ഞി, അസ്ത്രവും കടുമാങ്ങയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ഞങ്ങളത് കഴിച്ചു കേട്ടോ. മഴയത്ത് ചൂട് കഞ്ഞി, അസ്ത്രമൊക്കെ പ്രത്യേക ഒരു വൈബാണ്. അസ്ത്രത്തിന് എന്താ ഇങ്ങനൊരു പേരെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നമ്മളുടെ മരച്ചീനി, പിന്നെ കാച്ചിൽ, ചേമ്പ്, അങ്ങനെ മണ്ണിനടിയിലുണ്ടാകുന്ന സാധനങ്ങളും വൻപയറും ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ, എന്നിട്ട് വേണം ആമിക്കുട്ടിയെ കഴിപ്പിക്കാനായിട്ട്. അപ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ മോൾക്കും പുറത്ത് കൊണ്ടുവന്ന് കോരി കൊടുക്കുവാണ്. മഴയൊന്ന് തോർന്ന് നിന്നിട്ടുണ്ടായിരുന്നു ആ സമയപ്പോഴത്തേനും. നല്ല തണുപ്പാണ്, നമ്മളുടെ നേരത്തെ ഉള്ളൊരു കാലാവസ്ഥ പോലെയല്ല. അപ്പോൾ അമ്മ പോകുന്നതിന് മുന്നേ ചൂര വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെട്ടി വെച്ചിട്ടാണ് അമ്മ കുളിച്ചിട്ട് പോയത് കേട്ടോ. അപ്പോൾ അതിപ്പോൾ കറി വയ്ക്കുവാണ്. വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ കൂട്ടി കഴിക്കാമെന്ന് കരുതി നേരത്തെ ഉണ്ടാക്കി വയ്ക്കുവാണ് കേട്ടോ. അപ്പോൾ ആമിക്കുട്ടിക്ക് ആഹാരമൊക്കെ കഴിച്ചപ്പോൾ ഒരു ഉറക്കമൊക്കെ വന്നു. അവളെ കൊണ്ട് നടന്ന് ഞാൻ ഉറക്കുവാണ്. വീഡിയോ എടുത്തരാൻ ആളില്ലാത്തത് കൊണ്ടുള്ള കഷ്ടപ്പാടാണ് എനിക്ക് കേട്ടോ. ഞാൻ വാവ ഉറക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആടുന്നതിനൊപ്പം ആ ഒരു ഫോണും കൂടി ആടുന്നുണ്ട് കേട്ടോ. ക്ഷമിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാനും ആമിക്കുട്ടിയും കൂടി നല്ലൊരു ഉറക്കം കഴിഞ്ഞ് ഒരു 3:30 ആയപ്പോൾ എണ്ണീറ്റു. പിന്നെ ബ്രൂ കോഫിയാണ് ഇട്ടത്, പാലൊഴിക്കാത്ത കോഫി. പിന്നെ നമുക്ക് കായ ഉപ്പേരി ഉണ്ടായിരുന്നു. ആമിക്കുട്ടിയുടെ ചിരി കണ്ടോ? ഞാൻ വീഡിയോ എടുക്കുവാന്നറിയാം, അതിന് പോസ് ചെയ്യുന്നതാണേ. അപ്പോൾ മഴയായതുകൊണ്ട് കുട്ടികൾ നേരത്തെ ഉറങ്ങാൻ ചിലപ്പോൾ കയറും. അതുകൊണ്ട് നേരത്തെ തന്നെ ദോശ ചുട്ടു. ഗോതമ്പിൻ്റെ ദോശയാണ്. അപ്പോൾ അവർക്ക് അതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. ഉച്ചയ്ക്ക് വെച്ചിരുന്ന മീൻകറി കൂട്ടിയാണ് രണ്ടുപേരും കഴിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും കട്ടിലിരുന്ന് കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നതല്ലേ. ചെറിയ മുറികളാണ് കേട്ടോ. കയറി വരുന്നൊരു ഹാള് ഒരു റൂമിൻ്റെ അത്രേ ഉള്ളൂ. അപ്പോൾ അതിൽ ഡൈനിങ് ടേബിൾ കൂടി ഇട്ടാൽ പിന്നെ നടക്കാൻ സ്ഥലമില്ലാതാകും. ടേബിളുണ്ട്. ടേബിള് ഒരു ഫൈബറിൻ്റെ ടേബിളാണ്, വലിയൊരു ടേബിളൊന്നുമല്ല. ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമ്പോൾ മാത്രം എടുത്ത് പുറത്തിട്ട് അതിൽ ആഹാരം കൊടുക്കും. അല്ലാത്തപ്പം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു മുറിക്കകത്തിൽ നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പോയിരുന്ന് കഴിക്കുവാണ്. അപ്പോൾ തലക്കറിയായിരുന്നു. തലക്കറിയും പിന്നെ ദോശയും കൂട്ടി ഞാനും കഴിച്ചു കേട്ടോ. ഊണുമേശ എൻ്റെ റൂമിൽ എടുത്തിട്ടിരിക്കുവാണ്. അതിൻ്റെ മുകളിൽ മണി പ്ലാന്റും എൻ്റെ കുറച്ച് സാധനങ്ങളും ഒക്കെയാണ്. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. മോന് വേണ്ട കുറച്ച് നേരം ഞാൻ പഠിപ്പിച്ചു. എന്നും വായിപ്പിച്ചില്ലെങ്കിൽ മറന്നു പോകും കേട്ടോ. അതുകൊണ്ട് എന്നും ഞാൻ പഠിപ്പിക്കും, അവധിയാണെങ്കിലും പഠിപ്പിക്കും. അപ്പോൾ ക്രയോൺസ് വെച്ച് ഈ കലാവിരുത് എൻ്റെ മക്കളുടെയാണ് കേട്ടോ. എല്ലാ ഭിത്തിയിലും ഉണ്ട്. എത്ര മഴയാണെങ്കിലും ആമിക്കുട്ടി ഫാനിടാതെ ഉറങ്ങത്തില്ല. ഞാൻ തണുത്ത് കുളിർന്ന് പുതപ്പിനടിയിൽ മൂടി പുതച്ചാണ് ഉറങ്ങുന്നത്. അപ്പോൾ ഇത് ഫിലിപ്സിൻ്റെ നല്ലൊരു ബൾബാണ്. ലൈറ്റ് ഓഫ് ചെയ്താൽ ഒരു അരണ്ട വെളിച്ചത്തിന് ഇതാണ് ഉപയോഗിക്കുന്നത്. മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. താല്പര്യമുള്ളവരൊക്കെ വാങ്ങിക്കുമോ, നല്ലതാണ്. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ മൂടി പുതച്ച് കിടന്നുറങ്ങട്ടെ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.